തിരൂർ തെക്കുമുറിയിൽ സൈൻ ബോർഡ് നിർമ്മാണ കേന്ദ്രത്തിന് തീപിടിച്ചു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. മെഷീനറികൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു. തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. തിരൂരിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തിരു തെക്കുമുറി പാട്ടുപറമ്പ് ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സൈൻ ബോർഡ് നിർമ്മാണ കേന്ദ്രത്തിനാണ് തീ പിടിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ശേഷമാണ് സംഭവം. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരം നൽകിയത്. ഉടൻ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ പൂർണ്ണമായും അണച്ചു. നിർമ്മാണ കേന്ദ്രത്തിലെ മെഷീനറികൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഉടമ പറഞ്ഞു. ഇത് ഒരു സൈൻ ബോർഡിൻ്റെ സ്ഥാപനമാണ്. LED സൈൻ ബോർഡൊക്കെ ചെയ്യുന്ന സ്ഥാപനമായിരുന്നു. ഞാനാണ് എൻ്റെ ഓണർ. ഇന്ന് രാവിലെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഓടി വന്നപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസൊക്കെ വന്ന് തീ അണച്ച് തുടങ്ങി. 2 റൂമും മുകളിലുള്ള 2 റൂമും കത്തി നശിച്ചു. അതിൻ്റെ അകത്ത് മെഷീനുകളുണ്ടായിരുന്നു. ലേസർ മെഷീനും കട്ടിംഗ് മെഷീനും എല്ലാം, ബെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മെറ്റീരിയൽസ്, 3 കമ്പ്യൂട്ടർ, പിന്നെ മൊത്തം ഫർണിച്ചർ എല്ലാം നശിച്ചു. കംപ്ലീറ്റ് ഒന്നും ബാക്കിയായില്ല, എല്ലാം നശിച്ചു പോയി. 5-6 കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. മൊത്തം ഒരു 10 ഫർണിച്ചറും ബിൽഡിംഗ് ഇപ്പോൾ റിപ്പയർ ചെയ്യണം, എല്ലാം കൂടി ഒരു 40-45 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അതിലുപരി ഇപ്പോൾ എല്ലാവരുടെയും പണി മുടങ്ങി എന്നുള്ളതാണ്. 5-6 കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നതാണ്. 6 പേര്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കേളത്തിൽ ഇബ്രാഹിം ഹാജി, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമീൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. മറ്റു സ്ഥാപനങ്ങളിലേക്കൊന്നും തീ പടരാതിരുന്നതിനാൽ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ, TK മദൻമോഹനൻ, ഗിരീഷ് VP, നൌഫൽ KT, വിഷ്ണു, സുജിത്ത, രഘുരാജ്, ശരൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.